ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായപ്പോൾ പെരിങ്ങോട്ടുകരയിൽ ഒരു ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു. സാർ, ഇവിടെ ഞാൻ പ്രകടമാക്കുന്നത് സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, ക്രമസമാധാനം നിലനിർത്തുക, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുക, അക്രമസക്തമായ കേസുകൾ കൂടി വരിക. അന്തിക്കാട് പോലുള്ള സ്റ്റേഷനിൽ പരിമിതമായ സ്ഥലമുള്ളൂ സാർ, സ്റ്റാഫുകളില്ല സാർ, മര്യാദയ്ക്ക് അവർക്ക് കേസുകൾ അന്വേഷിക്കാൻ ഒരു വാഹനമില്ല സാർ. ഞാനിത് ഇവിടെ അല്ലാതെ എവിടെ പറയാം സാർ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആ പ്രദേശം പരിചയമാണ്, അവിടെ വന്നിട്ടുള്ളതാണ്. ഔട്ട് പോസ്റ്റ് നാട്ടുകാർ പണിത, അദ്ദേഹം അത് നാടിനെ സമർപ്പിച്ചതാണ്. എൻ്റെ ആവശ്യം 88 സെന്റ് ഭൂമി പെരിങ്ങോട്ടുകരയിലുണ്ട് സാർ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള ഭൂമി ഈ പോലീസ് സ്റ്റേഷന് വേണ്ടി മാറ്റിത്തന്ന് അതിന് പുതിയൊരു കെട്ടിടം പണിത് ക്യാബിനറ്റ് തീരുമാനം പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാട്യ മണ്ഡലത്തിന് വലിയൊരു അഭിമാനമാണ് സാർ. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു സാർ. അന്വേഷിക്കാൻ പോലീസ് ഒരു വാഹനം മര്യാദയ്ക്കില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, അന്തിക്കാട് സ്റ്റേഷൻ പോലെ 3 സ്റ്റേഷനാണ്, വലപ്പാട്, അന്തിക്കാട്, ചേർപ്പ്. അങ്ങൊന്ന് പരിശോധിക്കണം. SP വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഈ പോലീസ് സ്റ്റേഷൻ വരെ ML അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കാം സാർ. ഒരു ക്യാബിനറ്റ് ഡിസിഷൻ പെരിങ്ങോട്ട് ഒരു പോലീസ് സ്റ്റേഷൻ വരണമെന്ന് അങ്ങ് ഈ സബ്മിഷനിലൂടെ ഒരു മറുപടി തന്നാൽ തീർച്ചയായിട്ടും പെരിങ്ങോട്ടുകരയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണം. ജനകീയ സമിതിയും ജനകീയ ആവശ്യങ്ങൾ അവിടെ ഏറെ കൂടി വന്നിരിക്കുന്നു സാർ. കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു. ഒരു 3 പോലീസിനെങ്കിലും അന്തിക്കാട് സ്റ്റേഷനിൽ അഡീഷണൽ ആയിട്ട് ഇടുക സാർ. നല്ലൊരു വാഹനം അങ്ങ് അവിടേക്ക് കൊടുക്കുക. ഒരു 10 ഒന്നല്ലെങ്കിൽ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ 10 വർഷം ഞാൻ ഈ സഭയിൽ ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല 3ാമത്തെ തവണയും ജനങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചേക്കല്ല സാർ. ആ ജനങ്ങളുടെ ആവശ്യം ഇവിടെ പറയുമ്പോൾ അത് അനുകൂലമായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി എടുക്കുമെന്നുള്ള വിഷയമാണ് ഞാൻ ഈ സഭയിൽ ഉന്നയിക്കുന്നത്. അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. 5 പഞ്ചായത്തുകളും 16 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. കഴിഞ്ഞ 3 വർഷക്കാലമായി 1300-ൽ പരം ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോലീസ് ഈ കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. സാർ, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈം കേസുകളുടെ എണ്ണം, സ്റ്റേഷൻ പരിധിയുടെ വിസ്തീർണം, ജനസംഖ്യ തുടങ്ങിയ അടിസ്ഥാനത്തിലാണ് നിരവധിയായ അപേക്ഷകൾ പുതിയ പോലീസ് സ്റ്റേഷന് വേണ്ടി ഉയർന്നു വരുന്നുണ്ട്. ആവശ്യങ്ങൾ കണക്കിലെടുത്ത് കേസുകളുടെ എണ്ണം, ജനസാന്ദ്രത, വിസ്തൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ പോവുകയാണ്. എവിടെല്ലാമാണ് ആദ്യം പോലീസ് സ്റ്റേഷനുകൾ വേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അത് അങ്ങ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ പറഞ്ഞ ഗീതാ ഗോപി പറഞ്ഞത് ശരിയാണ്. പെരിങ്ങോട്ടുകരയിൽ നമ്മൾ അന്ന് ഔട്ട് പോസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തതാണ്, നാട്ടുകാർ നിർമ്മിച്ചു തന്നതാണ്, അതെല്ലാം വാസ്തവമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ അംഗീകരിക്കുന്നു, അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പുതിയ വാഹനം ഉടൻ തന്നെ നൽകും. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചു.